UK ഒരു പുതിയ വിസ പദ്ധതിക്ക് തയ്യാറെടുക്കുകയാണ്. സാമ്പത്തികമായി ഉയർന്ന നിലവിലുള്ള വ്യക്തികളെ ആകർഷിക്കാനാണ് ഈ പദ്ധതി. ബ്രിട്ടീഷ് സമ്പദ്വ്യവസ്ഥയുടെ പ്രധാന മേഖലകളിൽ നിക്ഷേപം നടത്താൻ താൽപ്പര്യമുള്ളവരെയാണ് ലക്ഷ്യമിടുന്നത്. കീർ സ്റ്റാർമറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ശുദ്ധമായ ഊർജ്ജം, ലൈഫ് സയൻസ് തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം നടത്താൻ തയ്യാറുള്ളവരെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഗോൾഡൻ വിസ എന്നറിയപ്പെടുന്ന Tier 1 ഇൻവെസ്റ്റർ വിസ റദ്ദാക്കിയതിന് ശേഷമുള്ള ഒരു പ്രധാന മാറ്റമാണിത്. ദേശീയ സുരക്ഷയെയും സാമ്പത്തിക കുറ്റകൃത്യങ്ങളെയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നതിനെ തുടർന്നാണ് ഇത് റദ്ദാക്കിയത്. ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ പുതിയ വിസ പദ്ധതി വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാനും UKയെ ഒരു ആഗോള ഇന്നോവേഷൻ കേന്ദ്രമായി ശക്തിപ്പെടുത്താനും ലക്ഷ്യമുള്ളതാണ്. ഈ പദ്ധതി പ്രകാരം പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കുകയും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വ്യക്തമായ സംഭാവന നൽകുകയും ചെയ്യുന്ന സമ്പന്നരായ വ്യക്തികൾക്ക് ഒരു എളുപ്പവഴി തുറന്നു കിട്ടും. എന്നാൽ ഇതിന് ചില സ്ട്രിക്റ്റായ നിയമങ്ങളും ഉണ്ടാകും. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ദ ടൈംസിനോട് പറഞ്ഞത്, UKയുടെ സാമ്പത്തിക ഭാവിക്ക് അത്യാവശ്യമായ മേഖലകളിൽ വളർച്ചയുണ്ടാക്കാൻ സഹായിക്കുന്ന നിക്ഷേപകരെ ആകർഷിക്കുകയാണ് ലക്ഷ്യമെന്നാണ്. 2008 അവതരിപ്പിച്ച Tier 1 ഇൻവെസ്റ്റർ വിസ വഴി കുറഞ്ഞത് £2 മില്യൺ ബ്രിട്ടീഷ് ബിസിനസ്സുകളിൽ നിക്ഷേപം നടത്തുന്ന വിദേശ പൗരന്മാർക്ക് ഇവിടെ താമസിക്കാനുള്ള അനുമതി ലഭിച്ചിരുന്നു. എന്നാൽ ഈ പദ്ധതി നിയമവിരുദ്ധമായ പണമിടപാടുകൾക്ക് ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിവാദത്തിലായി. പ്രത്യേകിച്ച് റഷ്യയിൽ നിന്നും ഏഷ്യയുടെ ചില ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഈ പണമിടപാടുകളിൽ പങ്കാളികളായി. 2022 അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി പ്രീതി പട്ടേൽ ഈ പദ്ധതി ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. ഇത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അവസാനിപ്പിച്ചത്. ഞങ്ങളുടെ ഇമിഗ്രേഷൻ സംവിധാനം ദുരുപയോഗം ചെയ്യുന്നത് ഞാൻ ഒട്ടും സഹിക്കില്ല. ബ്രിട്ടീഷ് ജനങ്ങൾക്ക് ഞങ്ങളുടെ അതിർത്തികളിൽ വിശ്വാസമുണ്ടാകണം. അഴിമതിക്കാരായ ആളുകളെയും കള്ളപ്പണത്തെയും നമ്മുടെ നഗരത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്നാണ് അന്ന് പ്രീതി പട്ടേൽ പറഞ്ഞത്. പുതിയ പദ്ധതി Tier 1 വിസയുടെ കുറവുകളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധ്യതയുണ്ട്. പുതിയ പദ്ധതികളിൽ കൂടുതൽ കർശനമായ പരിശോധനകളും സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യതയും ഉണ്ടായിരിക്കും. അതുപോലെ രാജ്യത്തിന്റെ വികസനത്തിന് അത്യാവശ്യമായ സാമ്പത്തിക മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. UK മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളും ഇൻവെസ്റ്റർ വിസ പദ്ധതികളുടെ മൂല്യവും അപകടങ്ങളും വിലയിരുത്തുന്നുണ്ട്. യൂറോപ്പിൽ പോർച്ചുഗൽ, ഗ്രീസ്, മാൾട്ട, സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങൾ സമാനമായ ഗോൾഡൻ വിസ പദ്ധതികളിൽ ഇപ്പോഴും നൽകുന്നുണ്ട്. വലിയ തുക നിക്ഷേപം നടത്തുന്നവർക്ക് താമസിക്കാനുള്ള അവകാശം നൽകുന്ന രീതിയാണിത്. എന്നാൽ യൂറോപ്യൻ കമ്മീഷൻ ഈ പദ്ധതികൾ നിർത്തലാക്കാൻ അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് അഴിമതിക്കും കള്ളപ്പണം വെളുപ്പിക്കലിനും പൊതുജന വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതിനും കാരണമാകുമെന്നാണ് അവർ പറയുന്നത്. UKയുടെ പുതിയ വിസ പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇതിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ബ്രെക്സിറ്റ് ശേഷം സാമ്പത്തിക മാന്ദ്യം നേരിടുന്ന UKക്ക് ഈ പദ്ധതി ഒരു ഉത്തേജനം നൽകുമെന്നാണ്. എന്നാൽ വിമർശകർ പറയുന്നത് ഇൻവെസ്റ്റർ വിസ വീണ്ടും കൊണ്ടുവരുന്നത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ്. ഈ മാസം ആദ്യം UK സർക്കാർ ഒരു പ്രസ്താവനയിൽ പറഞ്ഞത്, ഭാവിയിൽ കൊണ്ടുവരുന്ന ഇമിഗ്രേഷൻ നിയമങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ സംഭാവന നൽകുന്നവരെ പരിഗണിക്കുന്നതായിരിക്കും. ഇത് കൂടുതൽ മെച്ചപ്പെട്ടതും തന്ത്രപരവുമായ കുടിയേറ്റ നയങ്ങളിലേക്ക് മാറുന്നതിന്റെ സൂചനയാണ്. ലളിതമായി പറഞ്ഞാൽ, രാജ്യത്തിന് ഉപകാരപ്രദമാകുന്നവരെ മാത്രം തെരഞ്ഞെടുത്ത് കുടിയേറാൻ അനുവദിക്കുന്ന ഒരു നയം.